ഒട്ടും പ്ലാൻ ചെയ്യാത്ത ഒരു വെഡ്ഡിംഗ് ആനിവേഴ്സറി ദിവസം. അതിങ്ങനെയാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. കല്യാണത്തിന് പോകുന്നു, വേറെ ആരുടെയല്ല, എന്റെ കല്യാണം, എന്റെയും ചേട്ടന്റെയും കല്യാണം. 11 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ചുരിദാറും ഇട്ട് കല്യാണത്തിന് വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് ഞാൻ. അതിന്റെ ഓർമ്മ പുതുക്കുന്നതിനായി അതേ ഡ്രസ്സും ഇട്ടാണ് ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കാൻ അതിരാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ഏകദേശം 150ഓളം കിലോമീറ്റർ താണ്ടി ആലപ്പുഴ വരെയുള്ള യാത്രയാണ്. ഇതിനിടയിൽ അമ്പലവും പള്ളിയും സുഹൃത്തിന്റെ വീടും എല്ലാമാണ് മനസ്സിലുള്ളത്. ഞങ്ങളുടെ കഴിഞ്ഞ എല്ലാ ആനിവേഴ്സറികളിലും ഇതുപോലെ ഏതെങ്കിലും അമ്പലങ്ങളിൽ പോകുന്ന പതിവുണ്ട്. വർഷത്തിലൊരിക്കൽ ഒരു പെർഫെക്റ്റ് ഡേ, അതാണ് ആഗ്രഹിക്കുന്നത്. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നായി. ഒരു വർഷം മുഴുവൻ ഞങ്ങൾ ഏറ്റുവാങ്ങിയ കുത്തിത്തിരിപ്പുകളും കണ്ണീറുകളും പൂർവാധികം ശക്തിയോടെ ഏറ്റുവാങ്ങാൻ കഴിയണേ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ കയറി ഇറങ്ങുന്നത്. സാധാരണ പോകുന്ന യാത്രകളൊന്നും ആരോടും പറയാറില്ലെങ്കിലും ഒരു ഫോട്ടോയോ വീഡിയോയോ അല്ലെങ്കിൽ ഒരു നല്ല ഡ്രസ്സോ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കി വരുന്നവരാണ് അടുത്ത ബന്ധുക്കളും പരിചയക്കാരും. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വിശ്വാസം മുറുകെ പിടിക്കുകയല്ലേ രക്ഷയുള്ളൂ. കുഞ്ഞപ്പന്റെ കൂടെ അങ്കണവാടിയിൽ പഠിച്ച കൂട്ടുകാരൻ അർഷിദിന്റെ നാട് ആലപ്പുഴ ആയതിനാൽ തന്നെ അവിടെ പോണമെന്ന ആഗ്രഹമുണ്ടായി. അങ്ങനെ അമ്പല ദർശനവും പള്ളിയിലെ ദർശനവും കഴിഞ്ഞ് അവരോട് പറയാതെയാണ് ഞങ്ങൾ അവിടേക്ക് ചെല്ലുന്നത്. ആദ്യമായിട്ടാണ് അവരുടെ കുടുംബാംഗങ്ങളെ കാണുന്നതെങ്കിലും നേരത്തെ പരിചയമുള്ള സ്വന്തം കുടുംബക്കാരെ സ്വീകരിക്കുന്നത് പോലെയാണ് അവർ നമ്മെ സ്വീകരിച്ചത്. ശരിക്കും കുട്ടനാടിന്റെ സൗന്ദര്യം ഉൾക്കൊള്ളുന്ന ആ വീട്ടുകാരുടെ നിഷ്കളങ്കമായ സ്നേഹം തന്നെയായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം. ഒത്തിരി നിർബന്ധിച്ചെങ്കിലും അവിടെ നിന്നും ഭക്ഷണം കഴിക്കാതെ ഞങ്ങൾ യാത്ര തുടർന്നു. കാരണം 2 മണിയോടെ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന റിസോർട്ടിൽ എത്തണമെന്നുള്ളതുകൊണ്ട് പോകുന്ന വഴിയിൽ കഴിക്കാമെന്ന് കരുതി. കള്ളുഷാപ്പുകളുടെ ഈറ്റില്ലമാണല്ലോ കുട്ടനാട്. നോക്കിയും കണ്ടും കയറിയില്ലെങ്കിൽ പോക്കറ്റ് പപ്പടമാകും. അതുകൊണ്ട് തന്നെ പരസ്യങ്ങൾ കൊണ്ട് വീമ്പ് പറയാത്ത ഒരിടത്തേക്കാണ് കയറിയത്. തെറ്റില്ലാത്ത ഭക്ഷണം, തെറ്റില്ലാത്ത വിലയും. താറാവും കക്കയിറച്ചിയും ഇല്ലാതെ എന്ത് കുട്ടനാടൻ ഊണാണ്. കള്ളിനും പെണ്ണിനും വേണ്ടി അടിയുണ്ടാക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഉദ്ദേശമില്ലാത്തത് കൊണ്ട് തന്നെ കള്ളൊഴിവാക്കി ഭക്ഷണത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അങ്ങനെ ഊണിന് പുറമെ ചെമ്മീൻ വന്നു, പുറകെ പല്ലത്തി ഫ്രൈയും. വയറും മനസ്സും നിറച്ച് ഏകദേശം 2 മണിയോടെ റിസോർട്ടിലെത്തി. ഈ റിസോർട്ട് തന്നെ തിരഞ്ഞെടുക്കാൻ ഒരു പ്രധാന കാരണമുണ്ട്. അതും ഞങ്ങളുടെ ഈ ദിവസത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകൂടാൻ മറക്കരുതേ.